ദേശീയ അവാർഡും വിവാദവും. ഓരോ അവാർഡ് വരുമ്പോഴും കേരളത്തിൽ മാത്രം വിവാദങ്ങളുണ്ടാകും. അത് സംസ്ഥാന ചലച്ചിത്ര അവാർഡായാലും ശരി, ദേശീയ ചലച്ചിത്ര അവാർഡായാലും ശരി, ഒരുപക്ഷെ ഓസ്കാർ അവാർഡിൻ്റെ പേരിൽ വരെ വിവാദങ്ങൾ ഉന്നയിക്കാൻ ഇവിടെയാവും. കേരളം ചെറിയ സംസ്ഥാനമാണെങ്കിലും കലയുടെ കാര്യത്തിൽ വലിയ വിശാല മനസ്കതയുള്ളവരാണ് ഇവിടുത്തെ കലാകാരന്മാരും ജനങ്ങളും. പറഞ്ഞു വന്നത് ചന്തു സലിം കുമാർ പറഞ്ഞ ഒരു വിവാദ വാർത്തയാണ്. അവാർഡ് നിർണയിക്കുന്നത് രാഷ്ട്രീയ ശക്തികളുടെ ഒരു പ്രേരണ കൊണ്ടാണ്. രാഷ്ട്രീയ പാർട്ടികളെ പിന്താങ്ങുന്നവർക്ക് അവാർഡുകൾ വേഗത്തിൽ കിട്ടുന്നു എന്ന ഒരു സമീപനത്തിൽ ചന്തു സലീം കുമാർ സംസാരിച്ചതിനോടാണ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമ ആരംഭിച്ചത് ഒരു ഹിന്ദി ചിത്രമാണ്, രാജാ ഹരിചന്ദ്ര. അതിനുശേഷം ഇന്ത്യയിൽ പല ഭാഷകളിലായി സിനിമകൾ കാലത്തിനനുസരിച്ച്, കാലത്തിൻ്റെ ടെക്നോളജിക്കനുസരിച്ച് സിനിമകൾ മാറി മാറി വന്നു. സിനിമ മാറുന്നതിനോടൊപ്പം കലാകാരന്മാരും സിനിമയുടെ പ്രമേയങ്ങളും ഒക്കെ മാറി മാറി വന്നു. സിനിമ ചരിത്രം എടുത്തു നോക്കിയാൽ രാജാ ഹരിചന്ദ്ര ഒരു സൈലൻ്റ് ഫിലിമാണ്. അത് ഇവിടെ പറയാനുള്ള കാരണം, സിനിമ ഇന്ത്യയിൽ ആരംഭിച്ചത് എന്നെന്ന് ഏവർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം. ആ ഒരു അറിവിനെ ഞാനിവിടെ പങ്കുവച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇന്ത്യൻ സിനിമ പല മേഖലകളിൽ വല്ലാതെ തിളങ്ങിക്കൊണ്ടേയിരുന്നു. കൂടുതലും ഹിന്ദി സിനിമയും ബോളിവുഡും കോളിവുഡും നന്നായിട്ട് മുന്നേറുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതിനോടനുബന്ധിച്ച് സിനിമകളുടെ മുന്നോട്ടുള്ള പോക്കിനനുസരിച്ച് താരങ്ങളും വലിയ നിലയിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടായി. സിനിമാ താരങ്ങൾക്ക് വലിയ നിലയും വിലയും സമൂഹത്തിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. നാടകമായിരുന്നു ഒരു കാലത്തെ സിനിമയോളം എല്ലാവർക്കും കമ്പമുണ്ടായിരുന്ന ഒരു കലാരൂപം. നാടകത്തിനെ പിന്തള്ളിയാണ് സിനിമ മുന്നോട്ട് വന്നത്. സിനിമയിലുടനീളം ഓരോ ഭാഷയിലും ഓരോ സ്റ്റാറുകൾ ഉണ്ടായി. സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാസ്റ്റാർ, അങ്ങനെ പരിവേഷങ്ങൾ ജനങ്ങൾ സിനിമാ താരങ്ങൾക്ക് ചാർത്തിക്കൊടുത്തു. ഇതിനിടയിൽ കലാമൂല്യമുള്ള സിനിമകൾ രംഗപ്രവേശനം തുടങ്ങി. ബുദ്ധിജീവികൾക്കും സമൂഹത്തിൽ ചിന്തിക്കുന്നതുമായ ചില കഥകൾ ചില എഴുത്തുകാർ എഴുതാൻ തുടങ്ങിയതോടുകൂടി സിനിമയെന്ന കലയുടെ മറ്റൊരു വശത്തേക്ക് ഏവരും ശ്രദ്ധിക്കപ്പെടാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു വർഷത്തിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങുമ്പോൾ 2-3 സിനിമകൾ അവാർഡിന് തുല്യമായ സിനിമകൾ ഇറങ്ങുമായിരുന്നു. സമകാലിക വിഷയത്തിൽ, ജീവിത വിഷയത്തിൽ, സാമൂഹ്യ വിഷയത്തിൽ, രാഷ്ട്രീയ വിഷയത്തിൽ എന്നുവേണ്ട പല കാര്യങ്ങളും സിനിമ കടന്നു കയറാൻ തുടങ്ങി. അതോടെ സിനിമയെ ശത്രുപാളയത്തിൻ്റെ കല എന്ന് ചിലർ രൂപപ്പെടുത്താൻ തുടങ്ങി. പല വിമർശനങ്ങളും സിനിമയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ അവസരമുണ്ടാക്കി ചില എഴുത്തുകാർ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായാലും കോൺഗ്രസിൻ്റേതായാലും മറ്റു പാർട്ടിക്കാരുടേതായാലും ജീവിത സാഹചര്യങ്ങളോട് മുന്നിട്ട് നിൽക്കുന്ന താഴ്ന്ന ജാതിക്കാരായിക്കോട്ടെ, കാട്ടുവാസികളായിക്കോട്ടെ, ആദിവാസികളുടെ ജീവിതം പ്രമേയമാക്കുന്ന സിനിമകൾ, അങ്ങനെ ലോകമെമ്പാടും ഭരണകൂടം തന്നെ എതിർക്കുന്ന ചില സാഹചര്യങ്ങളെ സിനിമയിലൂടെ എഴുത്തുകാരും തിരക്കഥാകൃത്തുക്കളും അതിനെ വെള്ളിത്തിരയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം പിന്നീടുണ്ടായി.
അതിനോടനുബന്ധിച്ച് പല സിനിമകളും പ്രശ്നങ്ങളുണ്ടായി. പൂലൻ ദേവിയുടെ സിനിമകളൊക്കെ ആ കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. ഇങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ അവാർഡ് ജൂറിയും അവാർഡ് കമ്മിറ്റിയും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങി. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സിനിമയ്ക്ക് വേണ്ടി അവാർഡുകൾ നൽകുന്ന ഒരു സംഘടന തന്നെ പതിയെ പതിയെ രൂപപ്പെട്ടു വന്നു. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ സിനിമയിൽ തന്നെ പലർക്കും ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പലരുടെയും പേരുകൾ തന്നെ നമുക്കറിയില്ല. അവരൊക്കെ ചില കാലയവനികയിലേക്ക് യാത്രയായി. എന്നിരുന്നാലും നമ്മുടെ ഓർമ്മയിൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഭരത് ഗോപി, പഴയ കാലത്ത് വില്ലൻ വേഷം ചെയ്ത ബാലൻ കെ നായർക്ക് വരെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തമിഴ് സിനിമ ഇൻഡസ്ട്രി അന്ന് വളരെ മികച്ചതായിരുന്നു. MGRക്ക് അവാർഡ് കിട്ടുന്നത് 1971-ലാണ്. നമ്മുടെ മലയാള സിനിമയിൽ മറ്റൊരാൾ കൂടെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ബാലചന്ദ്രമേനോന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിനു പറയുന്നു, വിവാദങ്ങളുടെ ഇപ്പോൾ ചന്തുവിൻ്റെ അച്ഛൻ സലിൻ കുമാർ 2010 മുമ്പ് ഒരു വിവാദ വിഷയം ഉന്നയിച്ചിരുന്നു. മലയാളികൾ ജൂറി അംഗങ്ങളായാൽ മലയാള സിനിമയ്ക്ക് അവാർഡ് കിട്ടില്ല, മലയാളി കലാകാരന്മാർക്ക് അവാർഡ് കിട്ടില്ല എന്നൊക്കെ ഒരു കാലത്ത് പറഞ്ഞിരുന്നു. പിന്നീട് 2010 അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം അതിനെ ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. അതുപോലെ സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കുകയോ പണത്തിൻ്റെ ഇടപാട് കാണിച്ച് അതിനെ വശത്താക്കുകയോ അങ്ങനെയൊന്നും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ദേശീയ അവാർഡും സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ താരങ്ങൾ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ട് തന്നെയാണ് കിട്ടിയത്. ഇപ്പോൾ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ സൂര്യക്ക് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ധനുഷിന് കിട്ടിയിട്ടുണ്ട്, കമൽഹാസന് കിട്ടിയിട്ടുണ്ട്, ചാരുഹാസന് കിട്ടിയിട്ടുണ്ട്, വിക്രത്തിന് കിട്ടിയിട്ടുണ്ട്. എടുത്തു പറയാൻ അങ്ങനെ 1000 സ്റ്റാറും സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറൊക്കെ ഉണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് ദേശീയ അവാർഡിന് അർഹരായിട്ടുള്ളത്. സിനിമയെ ഇപ്പോൾ ബ്രഹ്മയുഗം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ ആ സിനിമ ഇറങ്ങിയത് മുതൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമയ്ക്ക് എന്തായാലും ദേശീയ അവാർഡ് കിട്ടും, ഈ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടിക്ക് എന്തായാലും ദേശീയ അവാർഡ് കിട്ടും. അത്രമാത്രം പെർഫെക്റ്റായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയം. കൊടുമൺ പോറ്റി എന്ന ആ കഥാപാത്രത്തിൽ മമ്മൂട്ടി ശരിക്കും ജീവിച്ചു തന്നെ എന്ന് പറയാം. അത്രമാത്രം ചങ്കൂറ്റമുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂട്ടി ചെയ്തത്. അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ മമ്മൂട്ടി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. പിന്നെ മമ്മൂട്ടി ഒരു കഥാപാത്രത്തെ സ്ക്രിപ്റ്റ് വായിച്ചു അതിലേക്ക് കമ്മിറ്റായി കഴിഞ്ഞാൽ മൂപ്പർ ആ കഥാപാത്രത്തെ നിഷ്പ്രയാസം ചെയ്യുകയാണ് പതിവ്. മോഹൻലാലും അതുപോലെ തന്നെയാണ്. ചില സിനിമകളിൽ എടുക്കുന്ന സമീപനം ആ കഥാപാത്രത്തിനോട് ഉടനീളം അത് കാണിച്ചു തന്നെയാണ് സിനിമയിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ദേശീയ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. സിനിമയിലെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുതുമുഖങ്ങൾ പാലിക്കേണ്ട പല നിയമങ്ങളുമല്ല, പല ആശയങ്ങളുണ്ട് സിനിമയിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുള്ളത്. കാലാകാലങ്ങളായി സിനിമയിൽ അഭിനയിച്ച നമുക്കറിയാവുന്ന എത്രയോ കലാകാരന്മാരുണ്ട്. അവർക്കൊന്നും അവാർഡ് കിട്ടിയിട്ടില്ല. ചിലർ മൺമറഞ്ഞു പോയി. അതിൻ്റെ അവാർഡും ദേശീയ അവാർഡൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ ആരും അവാർഡ് കമ്മിറ്റിയെയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ ആരും കുറ്റം പറയുന്ന സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരിക്കൽ കലാഭവൻ മണി ദേശീയ അവാർഡ് കിട്ടും എന്ന് പറഞ്ഞു എതിരിൽ മോഹൻലാലാണുള്ളത്. വാനപ്രസ്ഥമാണെന്ന് തോന്നുന്നു, ഏതൊരു മോഹൻലാലിൻ്റെ സിനിമയുണ്ട്. ഒടുവിൽ അവസാനം വന്നപ്പോൾ കലാഭവൻ മണിക്ക് അവാർഡ് കിട്ടിയില്ല, മോഹൻലാലിനാണ് കിട്ടിയത്. അന്ന് ഷാജിയൻ കരുണൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു, ജൂറി അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതുപോലെ അവാർഡുകൾ
നമ്മൾ കഥാപാത്രങ്ങളുടെ ഉൾക്കൊള്ളുമ്പോൾ, കഥാപാത്രങ്ങളിലൂടെ അഭിനയിച്ചു പോകുമ്പോൾ, ഓരോ സിനിമയും വെല്ലുവിളിയായി സ്വീകരിച്ചു പോകുമ്പോൾ കാലം ചിലപ്പോൾ നമുക്ക് അത് നമ്മൾ ആഗ്രഹിക്കുന്ന അവാർഡുകളൊക്കെ പിന്നീട് തന്നേക്കാം. ചന്തു സലീം കുമാർ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് മികച്ച ജനപ്രിയ സിനിമയാണ്. നല്ലപോലെ മലയാള ഇൻഡസ്ട്രിയിൽ നല്ല കളക്ഷൻ വാങ്ങിയ സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രേക്ഷകർ തരുന്ന ഒരു സപ്പോർട്ടാണ് സിനിമയുടെ യഥാർത്ഥ വിജയം. അല്ലാതെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും മറ്റുള്ള അവാർഡും ഒന്നുമല്ല. അതിനപ്പുറത്ത് നമുക്ക് പിന്നെയുള്ള കാര്യങ്ങൾ ആലോചിക്കാം. നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചോ എന്നിടത്താണ് നമുക്ക് അടുത്ത സിനിമയുടെ ഒരു ഡേറ്റ് കിട്ടുന്നതും നമ്മുടെ അഭിനയം ജനങ്ങളിലേക്ക് എത്തുന്നതും നമ്മൾ താരമാകുന്നതും ഒക്കെ അങ്ങനെയാണ്. അല്ലാതെ വിമർശനങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടുമ്പോൾ വിമർശനങ്ങൾ ആവശ്യമില്ല, അവരെ അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് നമുക്ക് മോഹൻലാലും മമ്മൂട്ടിയും തന്നെ മാതൃകയാക്കേണ്ടതാണ്. മോഹൻലാലിന് അവാർഡ് കിട്ടുമ്പോൾ മമ്മൂട്ടി പ്രശംസിക്കുന്നതും, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമ്പോൾ മോഹൻലാൽ പ്രശംസിക്കുന്നതും, മറ്റു താരങ്ങൾ പ്രശംസിക്കുന്നതും. ഇപ്പോൾ ആസിഫ് അലി മമ്മൂട്ടിയെ പ്രശംസിച്ചു. ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ബാബു ആൻ്റണി പറഞ്ഞു, ഇത്രയും സിനിമ അഭിനയിച്ചിട്ടും എന്നെ തേടിയ ഒരു പുരസ്കാരവും ഇതുവരെ വന്നിട്ടില്ലെന്ന് ബാബു ആൻ്റണി പറഞ്ഞു. അപ്പോൾ സിനിമ എന്ന ഒരു മഹാകല, അതിൻ്റെ ഇടയിൽ അവാർഡിനെയും രാഷ്ട്രീയത്തെയും നമുക്ക് അതിനുള്ളിലേക്ക്, ജാതി മതത്തെയും അതിനുള്ളിലേക്ക് വലിച്ചു വെക്കേണ്ടതില്ല. കഥാപാത്രങ്ങളിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ നമുക്ക് വിധിച്ചിട്ടുള്ള, നമ്മളെ കാണുന്ന, നമ്മളിലൂടെ സിനിമയെ വാർത്തെടുക്കുന്ന ഒരു തലമുറ നമ്മുടെ മുന്നിലുണ്ടെന്ന് നമുക്കെപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ദയവ് ചെയ്ത് ചന്തു സലീം കുമാറിനോട് വ്യക്തിപരമായ ഒരു വിരോധമില്ല. മമ്മൂട്ടി എന്ന മഹാനടൻ്റെ ദേശീയ അവാർഡ് മുൻപേ കിട്ടിയ സിനിമകൾ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയാൽ മതി. വടക്കൻ വീരഗാഥ, വിധേയൻ, പൊന്തന്മാട, ഡോക്ടർ BR അംബേദ്കർ, ഇപ്പോഴിതാ ഭ്രമയുഗം. സിനിമയുടെ ഭ്രമയുഗം മമ്മൂട്ടി എന്ന കലാകാരന് ദേശീയ അവാർഡ്, 72ാമത് ദേശീയ അവാർഡ് നേടിക്കൊടുത്തതിൽ അദ്ദേഹത്തിന്, സിനിമയുടെ സംവിധായകനും അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട്